ഇത് വാങ്ങിച്ചിട്ട് ഈ വാഷറും കൂടെ ഒരെണ്ണം വാങ്ങിച്ചതിന് ശേഷം ഇത് ലേത്തി കൊടുത്ത് മില്ല് ചെയ്യുക. ഇതിനെ സ്പേസ് കണക്കാക്കി ലേത്തി കൊടുത്ത് മില്ല് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് ഇപ്പുറത്തൊരു വാഷർ ഇട്ട് കഴിഞ്ഞാൽ പറയുകയാണെങ്കിൽ പാർട്സിന് ക്വാളിറ്റി ഇല്ല. എക്സ്ട്രീം ലെവൽ R5 വെർഷൻ 2 എഞ്ചിൻ പാർട്സിന് അത്ര ക്വാളിറ്റി ഒട്ടുമില്ല. R5 വെർഷൻ 100% ക്വാളിറ്റി ഉണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വണ്ടി നമുക്ക് ചീപ്പായിട്ടും പണിയാം, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് പണിയാം. പക്ഷേ നമ്മളിപ്പോൾ എന്തായാലും ഇത്ര ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ ഇതുപോലെ ഒരു വണ്ടി വാങ്ങിച്ചു, നമ്മളത് എങ്ങനെയെങ്കിലും ഓടിയാൽ മതി എന്ന് പറഞ്ഞ് ചീപ്പായിട്ട് പണിയെ കൊണ്ടു നടക്കരുത്. 15,000 കിലോമീറ്റർ ഒരിക്കൽ ട്രാക്ക് ഫ്ലൂയിഡ് കാര്യങ്ങൾ മാറ്റുക, കൂളന്റ് മാറ്റുക, എല്ലാ സർവീസിലും കൂളന്റിന്റെ ഫ്ലൂയിഡിന്റെ ലെവൽ ചെക്ക് ചെയ്യുക. പിന്നെ ഒരു 5 സർവീസിൽ ഒരിക്കൽ മെഷീൻ കാര്യങ്ങൾ ഇറക്കി ഗ്രീസ് ചെയ്യുക. ഇപ്പോൾ ജനറൽ സർവീസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കണം? ടൈം ഇൻ്റർവൽ, അതുപോലെ തന്നെ നമുക്ക് MLUമിൻ്റെ പാർട്സ് സാറ്റിസ്ഫൈ അല്ലാത്ത സാധനങ്ങൾ ഏതൊക്കെ മാറ്റിയാലുള്ള ഗുണം എന്താണ്, ദോഷം എന്താണ്? ഇപ്പം ഒരു ജനറൽ സർവീസ് എന്ന് പറയുന്നത് മിക്കപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഒരു സർവീസിന് അടുത്ത് ഓയിൽ ഫിൽറ്റർ മാറ്റുന്ന 4 ഇൻഡിക്കേറ്റർ വർക്കാവുന്നുണ്ടെന്ന് നോക്കുന്നതല്ല ജനറൽ സർവീസ്. ഒരു ജനറൽ സർവീസ് എന്ന് പറയുന്നത് ഓരോ കിലോമീറ്ററിന്റെ ബേസ് ചെയ്തിട്ട് അത് ഷഫിൾ ആവും വർക്കുകൾ. ഇപ്പം യമഹയുടെ സർവീസ് മാനുവലിൽ അവർ കോൺസ്റ്റന്റ് ആയിട്ട് പറയുന്നുണ്ട്, എല്ലാ സർവീസിലും കോൺസ്റ്റന്റ് ആയി ഗ്രീസ് ചെയ്യാൻ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആരും ചെയ്യാറില്ല, അത് എല്ലാ സർവീസിലും ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഈവൻ ഒരു 5 സർവീസിൽ ഒരിക്കലെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് യമഹയുടെ സ്റ്റോക്ക് കോൺസ്റ്റന്റ് ലൈഫ് കുറവാണ്, ആഫ്റ്റർ മാർക്കറ്റ് ബെയറിംഗ് ഒരുപാട് അവൈലബിൾ ആണ്, അതിലോട്ട് പോവുക. പക്ഷെ അത് ചെയ്യാൻ നേരത്ത് നോക്കി ചെയ്യുക, കറക്റ്റ് ടൂൾസ് ഉള്ളവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. മാക്സിമം സ്പെഷ്യൽ ടൂൾസ് ഇട്ട് വർക്ക് ചെയ്യുന്നവരെ കൊണ്ട് തന്നെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മളിപ്പം ചില കാര്യങ്ങൾ, ഇപ്പം ചില നെറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ സ്പ്ലണ്ടറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, അതിൻ്റെ ക്ലച്ചിലെ നെറ്റുകളൊക്കെ ടൂൾസിന് ഇറങ്ങുന്നതിന് വരാം വെട്ടിലിങ്ങനെ വെട്ടിയാണ് മുന്നേക്ക് ഇളക്കി വയ്ക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ക്രാങ്കിലെ ബെയറിങ്ങിനെയൊക്കെ അത് ബാധിക്കും, ക്ലച്ച് സൈഡ് ഗിയർ ബോക്സിലെ ബെയറിങ്ങിനെയൊക്കെ ബാധിക്കും. അപ്പം ടൂൾസ് യൂസ് പ്രോപ്പറായിട്ട് ടൂൾസ് ഉള്ളവിടെയും അവിടെ കൊടുത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിച്ച് അവിടെ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുക. അങ്ങനെ സ്പെഷ്യൽ ടൂൾസ് ഇട്ട് ചെയ്യുന്ന ഒരു നല്ല രീതിക്ക് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ക്ലിയർ ആവും. അല്ലാതെ ക്ലിയർ ആവില്ലെന്നല്ല, കാര്യം അറിയാവുന്നവരെ എങ്ങനെയെങ്കിലും ഇത് റെഡിയാക്കും. പക്ഷെ ടൂൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് അധികം ഡാമേജ് വരാത്ത രീതിയിൽ വണ്ടി ക്ലിയർ ആയി കിട്ടും. നമ്മളിപ്പോൾ എക്സാമ്പിൾ ഫീലർ ഗേജ് ഇല്ലാതെ വാൽവ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈവൻ ഇപ്പുറത്തെ വാൽവിന്റെ ക്ലിയറൻസ് ഗേജ് നമുക്ക് കണ്ണുകൊണ്ട് നോക്കി അറിയാൻ പറ്റില്ല. നോക്കാണ്ട് ഗ്യാപ്പ് ഉണ്ട്, ചിലപ്പോൾ ഗ്യാപ്പ് പോലും അറിയാൻ പറ്റില്ല. പക്ഷെ ആ നൈസ് ആയിട്ടുള്ള ബ്ലൈഡ് കയറിപ്പോലത്തെ ഒരു ഫീല് കിട്ടും, ഇത്ര ടൈറ്റ് ഉണ്ട്, അത് നമുക്കത് പിടിച്ച് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ആക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ നിൽക്കുള്ളൂ വണ്ടിക്ക്. ഇപ്പം ഈ ഫ്രോണ്ട് ബോഡിയിലെ എയർ സ്ക്രൂവിന്റെ കേസ് ഞാൻ പറഞ്ഞത്, അത് കറക്റ്റ് ഇപ്പം നല്ല ഡെപ്പോസിറ്റ് ആയി ഒരു രീതിയിൽ ഇത് എത്ര ക്ലീൻ ചെയ്ത് നിൽക്കുന്നില്ലെങ്കിൽ അത് മാർക്ക് ചെയ്തിട്ട് ഫുള്ള് ക്ലോസ് ചെയ്യുക. എത്ര റൊട്ടേഷൻ ക്ലോസ് ചെയ്തു തിരിച്ചത് ക്ലീൻ ചെയ്ത് തിരിച്ചു വെക്കാണ്ട് ഫുള്ള് ടൈറ്റ് ചെയ്തിട്ട് ആ റൊട്ടേഷൻ തിരിച്ച് ഓപ്പൺ ചെയ്ത് വെക്കുക. അത് കറക്റ്റ് കുറെ കാര്യങ്ങൾ മാനുഫാക്ചേഴ്സ് വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ ഒന്നും ചെയ്തെന്നാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇവിടെ ഉള്ള ഒരു വർഷം മാനുവൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ. അതുകൊണ്ട് പിന്നെ മാക്സിമം നിങ്ങൾ എഞ്ചിൻ ഓയിൽ ഏത് ബ്രാൻഡിലോട്ടോ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒന്ന് അഡിനോള്, ലിക്വിമോള് അല്ലെങ്കിൽ യമഹയുടെ ഓയിൽ. മാക്സിമം അഡിനോളിലോട്ട് പോകാൻ ശ്രമിക്കുക. കാരണം ഞാൻ അത് ഒഴിച്ചെന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് ഒന്നും വരാതില്ല, കംപ്ലൈന്റ്സ് ഒക്കെ വരും നമ്മുടെ ബൈക്കിലേക്ക്. ഞാനിപ്പോൾ അത് ഒഴിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 95,000 കിലോമീറ്ററോളം ഓടിച്ചു. എനിക്ക് കംപ്ലൈന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ചുരുക്കിയിട്ടാക്കി ECU കാർഡ് ഓൺ ചെയ്ത് എൻ്റെ സിലിണ്ടർ കിറ്റൊക്കെ പോയി. അതിനുശേഷം ഞാൻ അതൊക്കെ എടുത്ത് കളഞ്ഞപ്പോൾ സ്റ്റോക്ക് ആയിട്ട് നോക്കിയത്. അതുകൊണ്ട് എന്താ പറയാ, എയർ ഫിൽറ്ററും കാര്യങ്ങളും നിങ്ങൾ സ്റ്റോക്ക് യൂസ് ചെയ്യും. പ്ലഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഫ്റ്റർ മാർക്കറ്റിലോട്ട് വയ്ക്കുക. നമ്മുടെ NGKയുടെ ലേസർ വീഡിയോ ഉണ്ട്. നമുക്ക് നിലവിൽ എൻ്റെ അറിവിൽ നിലവിൽ ഇപ്പം NGK യമഹയ്ക്ക് വേണ്ടി ഇറീഡിയം പ്ലഗ് ഇറക്കുന്നില്ല. അവരുടെ കാറ്റലോഗ് ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ബ്ലാങ്ക് ആയിട്ടാണ് ഇട്ടേക്കണം R5 ഇറീഡിയം പ്ലഗിന്റെ സെക്ഷനിൽ. പക്ഷെ CBR 250R വേണ്ടിയുള്ള പ്ലഗ് ഇതിന് ഡയറക്റ്റ് ഫിറ്റ് ആണ്, യാതൊരു പ്രശ്നം വരില്ല. നമ്പർ നോക്കിയെടുക്കുക, മാറ്റിയെടുത്തിട്ട് പ്ലഗ് പോയിട്ട് സിസ്റ്റം വന്നിരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ പൊട്ടും. അതുകൊണ്ട് കാറ്റലോഗിലെ നമ്പർ നോക്കി തന്നെ പർച്ചേസ് ചെയ്യുക. CBR 250R ലേസർ ഇറീഡിയം വരുന്നുണ്ട്. ലേസർ ഇറീഡിയം എന്നുള്ളത് ഇറീഡിയത്തിന്റെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതിന്റെ പ്രോപ്പർ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അത് എന്താണ് ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂഷ്വലി ഒരു സ്റ്റോക്ക് ബൈക്ക് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അത് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയറിങ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിരിക്കും. ബാറ്ററി ലീക്ക് ആണെങ്കിലും കുറച്ചും കൂടെ ഈസി ആയിട്ട് വണ്ടി സ്റ്റാർട്ട് ആവും. രണ്ടാമത് ആ പ്ലഗിന്റെ ലൈഫ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ്. 10,000 അല്ലെങ്കിൽ 20,000 റീപ്ലേസ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു 75,000 മുതൽ
ഒരു 1 lakh കിലോമീറ്ററിന് ഇടയിൽ റീപ്ലേസ് ചെയ്താൽ മതി. പിന്നെ ചില പ്ലഗിനൊക്കെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഒക്കെ വരും, അപ്പൊ അതൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും, അതൊക്കെ അപൂർവം ചാൻസസ് ആണ്. അങ്ങനെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പവർ ഡ്രോപ്പിന്റെ കേസ് നേരത്തെ പറഞ്ഞില്ലേ, ഇഗ്നിഷൻ കോയിൽ BS6-നും BS4-നും രണ്ടും രണ്ടാണ്. ഒന്ന് 2GS-ലും പറഞ്ഞു, ഒന്ന് BOT-ലാണ് പറഞ്ഞത്. അതിന് രണ്ടിന്റെയും കറണ്ട് ഫ്ലോ വ്യത്യാസമുണ്ട്. അപ്പം വണ്ടി ഓടും, ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടും. പക്ഷെ പൊട്ടൻഷ്യലി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയുന്നതെല്ലാം എൻജോയ് ചെയ്ത് ഓട്ടിക്കുന്നവർക്ക് മാത്രമേ അത് കറക്റ്റ് ഫീൽ വ്യത്യാസം മനസ്സിലാവും. അപ്പം പിന്നെ പ്ലഗ് അഡാപ്റ്ററിന്റെ വ്യത്യാസമുണ്ട്. ഈ BS6-ലോട്ട് ഒരു മാറ്റം വരുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇറങ്ങിയ പ്ലഗ് അഡാപ്റ്ററിന് കുറച്ച് നെഗറ്റീവ് ഉണ്ട്. അത് സോൾവ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ മോഡലിൽ അവർ വേറെ ഡിസൈൻ ചെയ്തത്. എന്നിട്ട് BS6 വണ്ടിയുടെ പ്ലഗ് അഡാപ്റ്ററിലൊക്കെ ഇപ്പൊ പെട്ടെന്ന് ക്ലാവ് പിടിച്ചിട്ട് ഇടക്കിടക്ക് മിസ്സിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചില പയ്യന്മാർ ഇതൊന്നും നോക്കാതെ ഓടിപ്പോയി പമ്പൊക്കെ മാറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഇപ്പം നിലവിൽ എമനിക്ക് വരുന്ന Z പവർ എന്ന് പറഞ്ഞ ഇഗ്നിഷൻ കോയിലാണ്. അത് ചന്ന പിന്നെ കംപ്ലൈന്റ് വരുന്നുണ്ട്. ഒരു 1000 വണ്ടി ഇറങ്ങുന്നതിൽ 15 വണ്ടിക്ക് കംപ്ലൈന്റ് വരുന്നുണ്ട്. അപ്പം മീൻസ് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് BS6 V3-യുടെ BOT എന്ന് പറഞ്ഞൊരു നമ്പർ ലെവലുണ്ട്, അതിനോട് പോണെങ്കിൽ നല്ലത് എമഹയുടെ അതിനുണ്ട്. കാരണം Z പവർ എല്ലായിരിക്കും നിങ്ങൾ വയ്ക്കുന്നത്. പക്ഷെ MDക്കും V4-നും പ്ലഗിന്റെ പോർഷൻ സെയിം ആണ്. പ്ലഗിന്റെ അല്ല, പ്ലഗ് ഇഗ്നിഷൻ കോയിൽ വെച്ചിരിക്കുന്ന പോർഷൻ സെയിം ആണ്. V4-ന് V3-ക്ക് വ്യത്യാസമുണ്ട്. V3-ക്ക് ജസ്റ്റ് ഹൊറിസോണ്ടൽ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരു ജസ്റ്റ് ചരിഞ്ഞാണ് വെച്ചത്. അപ്പൊ അതിന്റെ ഓയിൽ ലെങ്ത് വ്യത്യാസമുണ്ട്. മറ്റേത് മേടിച്ചിട്ട് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി, അളവെടുത്തിട്ട്. പിന്നീട് അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ നിങ്ങൾ BS6-ന്റെ യൂസ് ചെയ്താൽ വേറെ പ്രശ്നമില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് പെട്രോളും ജെല്ലിയും എല്ലാം അതിന്റെ ടിപ്പിൽ തേച്ചിട്ട് ഫിക്സ് ചെയ്ത്, അപ്പോൾ ക്ലാവും കാര്യങ്ങളൊന്നും പെട്ടെന്ന് പിടിക്കത്തില്ല, നല്ല രീതിക്ക് ലൈഫ് കിട്ടും. പ്ലഗ് ഞാൻ പറഞ്ഞില്ലേ, നിലവിൽ എൻ്റെ അറിവിലാണ്, മേ ബി ചിലപ്പോൾ ഉണ്ടായിരിക്കാം, എൻ്റെ അറിവിൽ നിലവിൽ R5-ന് വേണ്ടി, R5 V3-ക്ക് വേണ്ടി ഞാൻ നോക്കിയിട്ട് ഈ റീഡിയം പ്ലഗ് അവർ ഇറക്കി ഞാൻ കണ്ടില്ല. മിക്കുള്ള SC-ക്കൊക്കെ ഉണ്ട്, എന്താണ് റീസൺ എന്ന് എനിക്ക് അറിയത്തില്ല. നിലവിൽ ഞാനും ഇപ്പം ഞങ്ങളുടെ കൂടുതലുള്ള നിന്റെ വണ്ടിയിൽ ഉൾപ്പെടെ CBR50 എന്ന ലൈസർ ഗ്രീനുണ്ട് ഇപ്പോൾ ഇട്ടായിരുന്നു. അപ്പം അതിന്റെ യൂസേജ് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ടോപ്പിന്റെ ഒക്കെ എടുക്കുന്ന വണ്ടികൾക്ക് ആ ടോപ്പിന്റെ ചെറിയ രീതിക്ക് 150-ന്ന് 150-ലോട്ട് 151-ലോട്ട് കയറാൻ നേരത്തുള്ള ഒരു ചെറിയ രീതിക്കുള്ള ഒരു ലാഗിൽ ഒരു ശകലം വ്യത്യാസം വരും. ഈ പ്ലഗ് മാറ്റുന്നത്, എയർ ഫിൽട്ടർ മാറ്റുന്നത്, ഇതൊക്കെ ആക്ച്വലി ട്യൂൺ ചെയ്യുന്ന വണ്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. കാരണം ഫയറിംഗ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പൊ യൂഷ്വലി നോക്കുന്ന ഒരാൾക്ക് സ്റ്റോക്ക് പ്ലഗിന്റെ ആവശ്യമൊക്കെ ഉള്ളൂ. പിന്നെ ഓരോരുത്തർക്ക് അതിടണമെന്നൊരു ആഗ്രഹമുണ്ട്, അതുകൊണ്ടൊക്കെയാണ് അവർ ഓരോ ചെയ്യുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഈ നോർമൽ യൂസിന് ഈ റീഡിയം പ്ലഗിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക്. ഞാൻ ഓരോരുത്തർക്ക് അത് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഫസ്റ്റ് ഫിക്സ് ചെയ്ത് ഓട്ടിക്കാണെങ്കിൽ ചെറിയ രീതിക്കുള്ള സ്മൂത്ത്നെസ് ഒക്കെ ഫീൽ ആവും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് വേറെ രീതിയിലാവുന്നത് നമുക്ക് ആ സ്മൂത്ത്നെസ് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ അതേ സ്പെയിൻ പ്രോപ്പർട്ടി പുതിയതായിട്ട് മാറുമ്പോൾ സ്മൂത്ത്നെസ് ഉണ്ടെങ്കിൽ അത്രത്തോളം കിട്ടില്ലെങ്കിലും ചെറിയ രീതിക്ക് ആ എഞ്ചിനൊന്ന് റിഫൈൻഡ് ആയാലുള്ള ഒരു ഫീൽ വരും. പിന്നെ എഞ്ചിൻ ഓയിൽ മാക്സിമം മോട്ടീവുള്ള ഓയിൽ കിട്ടില്ല ഓയിലാണ്. ഞാൻ എംഐക്ക് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബജാജിൽ KTM-നൊക്കെ മോട്ടീവുൾ കിട്ടിയിട്ടുണ്ട്. മോട്ടോറോക്സിന്റെ അത്രത്തോളം ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ മോട്ടീവുളിന് എംഐക്ക് ഞാൻ ഒഴിക്കേണ്ടത് പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് മോട്ടീവുളിന്റെ ഓയിലിന് വെസ്കോസിറ്റി കൂടുതലാണ്, റെസിസ്റ്റൻസ് കുറവാണ്. വെസ്കോസിറ്റി ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ പച്ചവെള്ളം എടുത്ത് ഒഴിക്കുകയാണെങ്കിൽ അത് പോകുന്നതിന് ഫാസ്റ്റ്നെസ് ഉണ്ടല്ലോ. പക്ഷെ അതേ സ്ഥാനത്ത് നമ്മൾ തേൻ എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആയിട്ട് വരും. ആ സ്ലോയിൽ ആ ഒരു ലിക്വിഡിനെ സ്ലോ ആക്കുന്ന ആ ഒരു സാധനമാണ് നമ്മുടെ വെസ്കോസിറ്റി ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാനത് ഉപയോഗിക്കേണ്ടത് പറഞ്ഞതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ എഞ്ചിൻ ഉള്ള ക്യാമിൽ വരുന്നതും പല പല ഓയിൽ പാസേജിൽ വരുന്ന ഹോളും കാര്യങ്ങളൊക്കെ കുഞ്ഞാണ്. ബജാജിനെ KTM-നെ വെച്ച് ഓയിൽ ഹീറ്റ് ആകുമ്പോഴത്തേക്കും വെസ്കോസിറ്റി ചേഞ്ച് വരും. ഞാനിപ്പോ ഉദ്ദേശം അതല്ല, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. എഞ്ചിൻ ഓയിൽ മാറാനായിട്ട് പ്രോപ്പർ ഗ്രേഡ് ഒഴിക്കുക. ഇപ്പം 10W40 തന്നെ ഫുള്ളി സിന്തറ്റിക് ഉണ്ട്, സെമി സിന്തറ്റിക് ഉണ്ട്. സെമി യൂസ് ചെയ്യരുത്, ഫുള്ളി യൂസ് ചെയ്യുക. അപ്പം ഗ്രേഡ് മാത്രം നോക്കരുത്, ഓയിലിന്റെ റെസിസ്റ്റൻസും അതായത് വെസ്കോസിറ്റിയും ആ തിക്നെസ്സും കാര്യങ്ങളെല്ലാം ജസ്റ്റ് നോക്കുക. ഇത് എന്റെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞാണ്, എല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. എന്റെ ഒരു റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ യമഹയുടെ വണ്ടികൾക്ക് ഒന്നിനും മോട്ടീവുകൾ ഞാൻ ഒഴിക്കേണ്ടതേ പറയും. ഓയിൽ മോട്ടീവ് നല്ല ഓയിലാണ്, ഇതിലെ ഓയിലാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ പല ഭാഗങ്ങളിലുള്ള ഓയിൽ സർക്കുലേഷന്റെ പാസേജ് ഒക്കെ ചെറുതാണ്. ചെറിയ ഹോളിൽ കൂടെ ഈ കട്ടി കൂടിയ ഓയിൽ പമ്പ് ചെയ്ത് പല ഭാഗത്തോട്ട് എത്താൻ ടൈം എടുക്കും. ടൈം എടുക്കാൻ നേരത്തെ എന്ത് പറ്റും, അവിടെ ഓയിൽ എത്താത്ത സമയത്ത് കൊണ്ട് അവിടെ തേയ്മാനം വരും. അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കേണ്ടത് പറഞ്ഞത്. അപ്പം
ഈ ബജാജിന്റെ എഞ്ചിൻ പൊളിച്ച് നോക്കിയാൽ അറിയാം, ഇതിന്റെ കണക്ടറോഡിന്റെ അല്ലെങ്കിൽ പല ക്യാമറയിലുള്ള ഹോളിന്റെ പിന്നിന്റെ ഹോളിന്റെ സൈസ് യമഹയ്ക്ക് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ചില സ്ഥലങ്ങളിലൊക്കെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പല പല ഭാഗങ്ങളോട് ഡിഫറെന്റ് ആണ്. ഓരോ ബൈക്കിന്റെ എഞ്ചിൻ കൺസ്ട്രക്ഷനും ഡിഫറെന്റ് രീതിയിലുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ യമഹയ്ക്ക് ഫിറ്റ് ചെയ്യേണ്ടത് പറഞ്ഞത്. ഇപ്പം യമഹയുടെ ഓയിലിന്റെ റെസിസ്റ്റൻസ് നോക്കാൻ നേരത്ത് ലിക്വിമോണി അടിനുള്ളൂ അതിനായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഓയിലാണ് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. പിന്നെ കംപ്ലൈന്റ് വരാനുള്ളത് എവിടേക്ക് ഇരുന്ന് കഴിഞ്ഞാലും വരും. പിന്നെ ഈ പവർ ലാഗിന്റെ കേസിൽ TPS സെൻസറിന്റെ പ്രശ്നം ഉണ്ടെങ്കിലും പവർ ലാഗ് വരും. നമ്മൾ ത്രോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ ഇത്ര ഡിഗ്രി തിരിഞ്ഞെന്ന് പറഞ്ഞ് ഈസിയൊരു സിഗ്നൽ കൊടുക്കും. അപ്പൊ എയർ മാത്രം അകത്തോട്ട് കയറില്ല, എത്ര ഡിഗ്രി തിരിഞ്ഞോ സെൻസർ കൊടുക്കാൻ നേരത്തെ അതിന് വേണ്ടിയുള്ള ഫ്യൂൽ ഇഞ്ചക്ടർ ഫ്യൂൽ കൊടുക്കും. അപ്പൊ അതിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് വരും. അപ്പം അതിന്റെ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുക. നമ്മൾ റെസിസ്റ്റൻസ് വാല്യൂ കൊടുത്തിട്ട് ത്രോട്ടിൽ തിരിക്കാൻ നേരത്ത് മൾട്ടിമീറ്ററിൽ എത്ര വാല്യൂ മാറുന്നുണ്ടെന്ന് നോക്കുക. അപ്പൊ അതെല്ലാം നോക്കിയിട്ട് മാത്രമേ പവർ എന്തുകൊണ്ട് കുറയുന്നു ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാവും. അല്ലാത്ത വണ്ടി കൊണ്ടൊന്നും പൊളിച്ച് അത് മാറി ഇത് മാറി നടക്കുന്ന ഒരു കാര്യമില്ല. എന്താണ് പോയത് അത് കണ്ടുപിടിച്ച് കംപ്ലൈന്റ് മാറിക്കഴിഞ്ഞാൽ റേറ്റ് നല്ല കുറഞ്ഞിരിക്കും. കൂളന്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇന്റർവെല്ലിൽ ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ ഹീറോ കൂളന്റ് ഇറക്കിയിട്ടുണ്ട്, അത്യാവശ്യം നല്ല സാധനമാണ്. ഞാനിപ്പോ വരുന്ന 390 ഡോമിനോറിന്റെ കഥയാണ് ഫിറ്റ് ചെയ്ത് വിടുന്നത്. ഞാനൊരു വണ്ടി ഓണറിന്റെ റിവ്യൂ കണ്ടിട്ടാണ് ചെയ്തത്. അത് ഞാൻ ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ വേറെ 2 പേര് ടീമുള്ളത് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കിട്ടില്ല സാധനം എന്ന് പറഞ്ഞിട്ടായിരുന്നു. എനിക്കത് മനസ്സിലായി. കാരണം അവർ കൊള്ളാന്നുള്ളതുകൊണ്ടാണ് അവർ അത് വീഡിയോയിൽ പറഞ്ഞത്. കാരണം ഞാനിപ്പോ റെഗുലറായിട്ട് അവൈലബിലിറ്റി ഇത് കുറവാണെങ്കിൽ പോലും ഞാനിപ്പോ റെഗുലറായിട്ട് നിന്റെ വണ്ടിക്ക് അതെല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് കിട്ടിയില്ല. ഞാൻ വരുന്ന ഒട്ടുമിക്കതിലും കസ്റ്റമറൊക്കെ പറയും ഇങ്ങനെ സംഭവം ഉണ്ട്, അത് ചെയ്താൽ മതിയെന്ന് ചോദിച്ചിട്ട് അവരുടെ സജഷൻ നോക്കിയിട്ട് ചെയ്യാറുള്ളൂ. ഞാൻ മിക്കുള്ള ഒരു അതാണ് ഇപ്പൊ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അത് അത്യാവശ്യം നല്ല. കാരണം 390 യൂസ് ചെയ്തിട്ട് അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ എന്റെ ആർഫയിൽ അതാണ് ഉപയോഗിക്കുന്നത്. അത് അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻ ഓണാകുന്ന മുമ്പത്തെ കട്ടി ശകലം കൂടെ പയ്യാണ് ഓണാകുന്നത്. ഓണായാൽ തന്നെ മുമ്പത്തെ കട്ടി പെട്ടെന്ന് ഓഫ് ആകുന്നുണ്ടെന്ന് റിവ്യൂ പറയുന്നുണ്ട്. ഹീറ്റ് കമ്പയർ ചെയ്ത നേരത്ത് ഹീറ്റ് ഉണ്ട്, കമ്പയർ ചെയ്ത നേരത്ത് കുറവാണ്. പിന്നെ നമുക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഒരു 300 റുപ്പീസിന് താഴെ അതാണ് ഞാൻ നോക്കിയിട്ട് ഇടയിലായിട്ടുള്ളത്. ബാക്കിയുള്ള ബ്രാൻഡൊക്കെ കൊള്ളാം. പിന്നെ സ്റ്റിൽ യമഹയുടെ കൂളന്റിന് ഇപ്പൊ യൂഷ്വലി കുറച്ച് പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. അത് കറക്റ്റ് റീസൺ പറയാൻ പറ്റുന്നില്ല. അത് ഇഷ്യൂ എന്ന് പറയാനായിട്ട് എനിക്ക് കറക്റ്റ് റീസൺ പറയാൻ പറ്റുന്നില്ല. കൂളന്റ് മാറി, വേറൊരു വണ്ടിക്ക് ഒരു സ്ഥലത്തോട്ട് കൂളന്റ് മാറി, കൂളന്റ് മാറിയിട്ട് ടാങ്കിൽ കിടക്കുന്ന പെട്രോൾ ഹീറ്റ് ആവും. എന്താണ് റീസൺ എന്ന് അറിയാൻ വയ്യ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വണ്ടി നമുക്ക് ചീപ്പായിട്ടും പണിയാം, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടും പണിയാം. പക്ഷേ നമ്മളിപ്പോൾ എന്തായാലും ഇത്ര ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ ഇതുപോലെ ഒരു വണ്ടി വാങ്ങിച്ചു, നമ്മളത് എങ്ങനെയെങ്കിലും ഓടിയാൽ മതി എന്ന് പറഞ്ഞ് ചീപ്പായിട്ട് പണിയെ കൊണ്ടു നടക്കരുത്. അതായത് വില കുറഞ്ഞ ഓയിൽ യൂസ് ചെയ്യുക, വില കുറഞ്ഞിട്ടുള്ള ചെയിൻ സ്പോക്കറ്റ്, അത് ഇത് സാധനങ്ങളെല്ലാം പല റേറ്റ് നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ കുറച്ച് ഏതാണോ വണ്ടിക്ക് ബെറ്റർ ആയിട്ടുള്ളത് മുൻപേ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ചോദിച്ചിട്ട് നമുക്ക് ഏതാണോ ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നുക ആ ഒരു സാധനങ്ങൾ വാങ്ങി യൂസ് ചെയ്യുക. അതാണ് എൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ളത്. യമഹയുടെ കൂളന്റ് ഇപ്പോൾ ഒരു ഇഷ്യൂ വെച്ച് കഴിഞ്ഞാൽ ടാങ്കിൽ കിടക്കുന്ന പെട്രോൾ ഹീറ്റ് ആവും. അത് വണ്ടി ഞാൻ ഫേസ് ചെയ്തു. എന്നിട്ട് കസ്റ്റമർ പറഞ്ഞു പുതിയ കൂളന്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാം നോക്കി, വണ്ടിക്ക് യാതൊരു പ്രശ്നമില്ല. പുതിയ കൂളന്റ് ആണ് മാറേണ്ടതെന്ന് പറഞ്ഞില്ല. ആ കൂളന്റ് ഞാൻ ഡ്രൈ ചെയ്തപ്പോൾ തന്നെ നീറ്റായിട്ട് ഫിൽറ്റർ വെച്ചിട്ട് വേറെ ക്യാനിലോട്ട് കളക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. ഞാൻ എല്ലാ രീതിയും ചെക്ക് ചെയ്തു. ഇതിന്റെ CO2 സെൻസറിന്റെ വാല്യൂ കാര്യങ്ങളെല്ലാം എടുത്ത് നോക്കി, അതെല്ലാം വർക്ക് ചെയ്തു. അങ്ങനെ ഒരു രക്ഷയില്ലാത്തപ്പോൾ രണ്ടാമത് കസ്റ്റമറിനൊക്കെ പറയാതെ ഞാൻ ഒന്നുകൂടെ കൂളന്റ് മാറ്റി കൊണ്ടിരിക്കുകയായി. എനിക്കത് യമഹയുടെ കൂളന്റിന് ഇപ്പം ഇങ്ങനത്തെ കുറച്ച് പ്രശ്നം ഞാൻ 1-2 വണ്ടിയിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ 1-2 ഫ്രണ്ട്സ് മെക്കാനിക്കുകളും ഇത് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രോപ്പർ റീസൺ എന്താണെന്ന് പറയാനായിട്ട് പറ്റുന്നില്ല. കാരണം നമുക്ക് ഒരു കംപ്ലൈന്റ് എന്ന് കഴിഞ്ഞാൽ പ്രോപ്പർ കാരണമുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഐഡിയ. കാരണം അവർ പ്ലാൻ ചെയ്യുന്ന ബൾക്കായിട്ടാണ് വരുന്നത്. ഇപ്പം ചിലവർ പറയും എയർ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കി വരുമെന്ന് പറയും. എയറൊക്കെ നല്ല രീതിക്ക് എടുത്തോളാം. ഇതിൻ്റെ അകത്ത് വാട്ടർ പമ്പിന്റെ തൊട്ട് മേളിൽ ഒരു മാർക്കുണ്ട്, ഒരു ആരോ മാർക്ക് ഇട്ടിട്ടാണ് അതിന് എയർ കൂളന്റിന്റെ ബ്ലീഡ് സ്ക്രൂ യമഹയുടെ ആർമിന് വരുന്നത്. അപ്പൊ അതിന് നല്ല രീതിക്ക് എയർ എടുത്ത് കളഞ്ഞു. അതിന് എയർ കളയാനില്ല, അമ്മാതിരി രീതി ചെയ്തിട്ട് വരുന്നുണ്ട്. സ്റ്റിൽ ആ കിടക്കുന്ന കൂളന്റ് എടുത്ത് മാറ്റി പുതിയത് ഫിറ്റ് ചെയ്തൊക്കെ വന്നു. അത് വണ്ടി ക്ലിയർ ആയി. അത് എന്താണ് കൂളന്റിന്റെ പ്രശ്നമെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത്. പക്ഷെ ഇത് മാസ് പ്രൊഡക്ഷൻ ചെയ്താണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇത് എങ്ങനെ ഇതൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ടെന്ന് കറക്റ്റ് പറയാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ കുറച്ച് കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ തന്നെ യൂഷ്വലി മോജോയുടെ കേസൊക്കെ എടുത്ത് നോക്കിയാൽ മോജോയ്ക്ക് വണ്ടി ജനറലായിട്ട് വണ്ടിക്ക് മിസ്സിംഗ് ഉണ്ട്. അത് ഒരു 95% മാറ്റുന്നുണ്ടാക്കി
95 ഫ്യൂൽ അടിക്കുക, 2 സർവീസിൽ അടിക്കുക, പമ്പ് ഇളക്കി ക്ലീൻ ചെയ്യുക. പമ്പിൽ വേറെ ടെസ്റ്റും കാര്യങ്ങളൊന്നും കാണില്ല, ഇളക്കി ക്ലീൻ ചെയ്യുക വണ്ടിൻ്റെ. പിന്നെ എയർ ഫിൽറ്റർ, ഫ്യൂൽ ഫിൽറ്റർ, വാൽവിന്റെ പ്ലാൻ, ഇതെല്ലാം നോക്കുക. ഇത് ചടങ്ങാണ്. സ്ക്വയർ അവൈലബിലിറ്റി ഭയങ്കര. R15 സീരീസിന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ സർവീസ് ഒരു 3000 കിലോമീറ്റർ അടിക്കാണ് വരുന്നത്. അപ്പം ചില ആൾക്കാരത് കുറച്ചും കൂടെ ബെറ്റർ ഓയിൽ ഒഴിച്ചിട്ട് സർവീസ് ഇന്റർവെൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ കണ്ടിട്ട് എമലൂബിന്റെ ഓയിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്ക് മറ്റേ സ്പോട്ടി പ്രീമിയം എന്ന് പറഞ്ഞാൽ നോർമൽ ഓയിൽ, അതാണ് ഞാൻ ആദ്യത്തെ 2 സർവീസിന് യൂസ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മോട്ടോ GP ഓയിൽ, അത് വില ഏകദേശം 1500 അടുപ്പിച്ചുണ്ടായിരുന്നു, 1400 സംതിങ് ആയിരുന്നു ആ ഓയിലായി. അപ്പൊ ഈ എന്റെ സംശയം, ഈ 2 ഓയിലിന് എന്തെങ്കിലും വ്യത്യാസം റിയാലിറ്റിയിലുണ്ടോ? വ്യത്യാസം ഉണ്ട്. ഞാനത് ഉപയോഗിച്ചിട്ട് എനിക്കൊരു എന്തെന്ന് പറയാ, ഒരു 1000 കിലോമീറ്റർ അല്ലെങ്കിൽ 1500 കിലോമീറ്റർ മാത്രമേ ഓക്കെ ആയിട്ട് ഒരു ഫീൽ ആയുള്ളൂ. അതിനുശേഷം എനിക്ക് എന്റെ പേഴ്സണലാണ് ഓക്കെ. പക്ഷെ ഞാൻ അത് എനിക്കൊരു സംശയമാണ്. ഞാനത് വെച്ചിട്ട് ഏകദേശം 4000 കിലോമീറ്റർ ഓടിച്ചു. അത് അത്രയും ഓടിക്കാൻ പറ്റുമോ ഓയിൽ? എന്റെ അഭിപ്രായത്തിൽ തരുന്ന ഓയിൽ 3000 ഒരു 2500 ആകുമ്പോൾ റീപ്ലേസ് ചെയ്ത് 2500 എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കുഴപ്പമാണ്, അത്രയും പെട്ടെന്ന് മാറണോ? മെയിൻ റീസൺ ഇതിൽ വരുന്ന പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അലുമിനിയം വരുന്ന, നമുക്ക് യൂഷ്വലി വരുന്ന ഒരു ബൈക്സിന് വരുന്ന രീതിക്കുള്ള ഒരു 390 കൂട്ടുണ്ട്. 390യുടെ സിലിണ്ടർ കിറ്റ് വേറെ, അത് ഒറിജിനൽ അല്ല, പക്ഷേ ഒരു ഡിഗ്രി കോട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതുകൊണ്ടാണ് അതിന്റെ സിലിണ്ടർ കിറ്റ് ഇത്രയും പ്രൈസ്, ഓൾമോസ്റ്റ് ഒരു 19-18 രൂപ സംതിങ് വില വരുന്നുണ്ട്. ഇതിന് 5000 വരുന്നതിന് എന്തെന്ന് വെച്ചാൽ വില കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റീസൺ വേറെ ഉണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പം ഇതിന് ഒറിജിനൽ പിസ്റ്റൺ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, ഒറിജിനൽ അലുമിനിയം എന്ന് പറഞ്ഞ പിസ്റ്റൺ, ഇതിലാണ് ഈ പിസ്റ്റനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇത് അലുമിനിയം, ഇത് ഹീറ്റ് ആകുമ്പോൾ നല്ല ബോൾ നല്ല സ്ട്രെങ്ത് ആയിരിക്കും. കോൾഡ് കണ്ടീഷനിൽ ഇതെന്ന് പറയാം, ഇതിന് ഗ്യാപ്പും കാശി കോൾഡ് കണ്ടീഷനിൽ എന്ന് പറയാം, ഇതിന്റെ കോൾഡ് കണ്ടീഷനിൽ ബോറിന് സ്ട്രെങ്ത് കുറവായിരിക്കും. ആ ടൈമിൽ കോൾഡ് തണുത്തിരിക്കുകയല്ലേ, അപ്പം ഈ പെട്രോൾ വരാൻ നേരത്ത് കംപ്രഷനൊക്കെ ആയിട്ട് പെട്രോളും ഓയിലുമായിട്ട് ചെറിയ രീതിയിൽ കണ്ടാമിനേറ്റഡ് ആവും. അതുകൊണ്ടാണ് ഈ ഓയിൽ ആക്ച്വലി ബ്ലാക്ക് ഔട്ട് ആവുന്നതിന്റെ വേറൊരു റീസൺ. ഈ എഞ്ചിൻ്റെ അകത്ത് വർക്ക് ആവുന്നത് മാത്രമല്ല, ഈ പെട്രോളുമായിട്ട് ഇത് കണ്ടാമിനേറ്റഡ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഓയിൽ പെട്ടെന്ന് പെട്രോളും എയർ ഫ്യൂലും പിസ്റ്റന്റെ മേലിലല്ലേ വരുന്നത്, ബേണായി പോകുന്നത്. ഈ എന്റെ ഡൗട്ട് പിസ്റ്റന്റെ ചുറ്റും റിങ്സ് ഉണ്ട്, താഴെ ഓയിൽ ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ചെറിയ രീതിക്കൊക്കെ വരും. നമ്മളെ സംബന്ധിച്ചോളം ചെറിയ രീതിക്കൊക്കെ വരും. അത് ഇപ്പൊ ഒരു 10,000 ഓടി വണ്ടിയുടെ സിലിണ്ടർ കിറ്റ് ഇളക്കി നോക്കി കഴിഞ്ഞാൽ ഓയിലിന്റെ കണ്ടന്റ് ഇങ്ങനെ ചുറ്റാകെ പിസ്റ്ററിങ്സിന്റെ ഇടയിലായി കാണാൻ പറ്റും. ഇത് നമ്മൾ ഈ ഓയിൽ സീലിന്റെ അത്രത്തോളം കഷ്ടപ്പെടുന്നതൊന്നും ഇല്ല. പിസ്റ്ററിങ്സ് എന്നുള്ളത് ഇത് വെറ്റലാണ്. നമ്മൾ ഈ റബ്ബർ സീലിന്റെ അത്ര ആക്യുറസി ഒന്നും ഇതിന് കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ വണ്ടിയുടെ പിസ്റ്റൺ ഒറിജിനൽ ആയതുകൊണ്ട് ഇതിന് ഈ വണ്ടി എപ്പോൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു മിനിമം ടെമ്പറേച്ചർ ആവുന്ന വരെ വന്ന് വാങ്ങി ഇടുക, എന്നിട്ട് മാത്രം എടുക്കുക. മാക്സിമം ഈ തുണ്ടോട്ടങ്ങൾക്ക് ഈ വണ്ടി എടുക്കാതിരിക്കുക. കാരണം നമുക്ക് ഹീറ്റ് ആയതിനു ശേഷം എടുക്കുന്നതിന് നല്ലത്. ഞാൻ ഈ പറഞ്ഞ റീസൺ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്കൊരു ഹൈവേ ലോങ് പോകുന്നതാണെങ്കിൽ കുഴപ്പമില്ല, കാരണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം നിർത്തൂല്ല, ഇടയ്ക്കിടയ്ക്ക് നിർത്തും. 2 കിലോമീറ്റർ ഓടി നിർത്തി, പിന്നെ 2 കിലോമീറ്റർ ഓടി നിർത്തി, അങ്ങനെ പിന്നെ വീട്ടിൽ കൊണ്ട് 2-3 മണിക്കൂർ കൊണ്ട് ഒതുക്കി വെച്ചിട്ട് പിന്നെ ജസ്റ്റ് ഇങ്ങനെയുള്ള ഓട്ടത്തിന് ഇത് മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണ് നല്ലത്. കാരണം ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാനാണ് പറയുന്നത്. അല്ലെങ്കിൽ ഓയിൽ കറക്റ്റ് മാറിക്കൊണ്ടിരിക്കണം. ഓയിൽ പറഞ്ഞാൽ 2500 കറക്റ്റ് മാറിക്കൊണ്ടിരിക്കണം. 2500 മാറാണ് നല്ലത്. അല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ വേറെ ഓയിലോട്ട് പോകാം. ഞാൻ നിക്കുമോളുടെ ഓയിൽ കൊള്ളാം. അതിന്റെ അഡിറ്റീവ്സ് ആഡ് ചെയ്യാനായിട്ട് ഞാൻ പറയില്ല, കാരണം ഞാനത് ചെയ്ത് കൊടുക്കുന്നേ ഇല്ല. മേടിച്ചോണ്ടെന്ന് കഴിഞ്ഞാൽ ഒഴിച്ചു കൊടുക്കുന്നതാണ്. വേറെ എന്റെ ഫ്രണ്ട്സ് കുറച്ച് മെക്കാനിക്കുകൾ യൂസ് ചെയ്തിട്ട് 1-2 വണ്ടിയുടെ ക്ലച്ചൊക്കെ കത്തിയ ഇഷ്യൂ വരുന്നുണ്ട് നിക്കുമോളിന്റെ അഡിറ്റീവ്സ് ആഡ് ചെയ്തിട്ട്. അത് എന്തുകൊണ്ടാണെന്ന് അവർക്കും കറക്റ്റ് റീസൺ ഇല്ല. ഞാനത് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ആ വർക്ക് വന്നിട്ടില്ല. അപ്പം ഞാൻ അതിന്റെ ഇഷ്യൂ കണ്ടുപിടിച്ചിട്ടുമില്ല. അപ്പൊ ഇങ്ങനെ 2-3 പേർക്ക് എനിക്കറിയാവുന്ന വണ്ടി ഓണേഴ്സിന് പ്രശ്നം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് 2-3 ടെക്നിക്കൽ ടേംസ് ഉണ്ട്. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് കറക്റ്റ് കത്തൂല. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണത്. പിന്നീട് അഡിനോൾഡ് എഞ്ചിൻ ഓയിൽ കൊള്ളാം. അഡിനോൾഡ് എഞ്ചിൻ ഓയിൽ ആയി കഴിഞ്ഞാൽ ഒരു 5000 വെച്ച് മാറ്റണം. അതിന് 1500 റുപ്പീസ്, പിന്നെ ഫിൽറ്ററിന് 250 രൂപ, 250 റുപ്പീസോളം ഓയിൽ ഫിൽറ്ററിന് റേറ്റ് വരുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെയർ മാത്രം ഓൾമോസ്റ്റ് ഒരു 1850 ആ റേഞ്ച് വരുന്നുണ്ട്. അപ്പം ഒരു 150cc എക്സ്പെൻസീവ് ആണ്. നിങ്ങൾക്ക് അത്ര എക്സ്പെൻസീവ് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ MMയുടെ ഓയിലോട്ട് പോവാം.
പക്ഷെ ഇതിന്റെ അത്രത്തോളം ക്വാളിറ്റി ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. യമഹയുടെ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ മാക്സിമം എത്രത്തോളം ഒരു 2500 മാറുന്നത് നല്ലതാണ്. അതിന് വേണ്ട ഓടും. എസ്പെഷ്യലി ഈ വണ്ടിയൊക്കെ ഭയങ്കര റിഫൈൻഡ് ആയിട്ട് നിങ്ങൾ ഓയിൽ കറക്റ്റ് മാറ്റിയില്ലെങ്കിലും കുറച്ചും കൂടെ ഓടിക്കഴിഞ്ഞാൽ വണ്ടി ഭയങ്കര രീതിക്കുള്ള നെഗറ്റീവ് ഫീഡ്ബാക്ക് തരില്ല. നിങ്ങൾക്ക് PS4 R15 ഓടിക്കാൻ പറയും, നിങ്ങളൊരു മോശം ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി കറക്റ്റ് തരും. എന്തെന്ന് പറയാം, അത് ആ വണ്ടി കറക്റ്റ് രീതിക്ക് വർക്ക് ചെയ്തില്ലെങ്കിലും ആ വണ്ടിയിലെ ഇറഗുലർ ആയിട്ടുള്ള നോയ്സും കാര്യങ്ങളൊക്കെ വണ്ടി കറക്റ്റ് തരും. അത് PS4 വണ്ടി ഉള്ള ഒരാൾക്ക് വാൽവിന് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഫീലർ ഗേജിന് മെഷർ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ സൗണ്ട് മാറില്ല. കറക്റ്റ് ഫീലർ ഗേജിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ ഒരു 800 കിലോമീറ്റർ ഓടുമ്പോഴേക്കും ചെറിയ രീതിക്കുള്ള നോയ്സ് ചെറിയ മാറ്റം വരും. അത് കൂടാകുമ്പോൾ മാറും. മെറ്റൽ എക്സ്പാൻഡ് ആകുമ്പോൾ യൂഷ്വലി വേരിയേഷൻ വരും. പിന്നെ ഇത് ഭയങ്കര റിഫൈൻഡ് ആണ്. PS6 വണ്ടികളും കാര്യങ്ങളൊക്കെ എക്സ്ട്രീംലി റിഫൈൻഡ് ആണ്. പക്ഷെ PS4 R15 അത്രത്തോളം റിഫൈൻഡും അല്ല. അതിന്റെ എഞ്ചിൻ നോയ്സ് ഒട്ടാകെ വേറൊരു ടോണിലാണ് അതിന്റെ എഞ്ചിൻ നോയ്സും കാര്യങ്ങളും വരുന്നത്. അപ്പം ഈ PS6 വണ്ടി യൂസ് ചെയ്യുന്ന ഒരാൾക്ക് എന്തെന്ന് പറയാം, ഈ യമഹയുടെ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി എത്രത്തോളം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ വേറൊരു ബ്രാൻഡഡ് ഓയിൽ യൂസ് ചെയ്ത് വന്നവർക്ക് പെട്ടെന്ന് ഇതിലോട്ട് തിരിച്ച് മാറ്റി യമലൂരിലോട്ട് വരാൻ നേരത്ത് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. യമലൂർ ഓയിൽ കൊള്ളത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. മാക്സിമം കിലോമീറ്റർ അവര് 4000 ഒക്കെ പറയും, അത്രേ ഓടിക്കരുത്. കാരണം ഇതിന്റെ സ്പെയർ പാർട്സിന് നല്ല വിലയാണ്. ഇപ്പം എന്താ പറയാ, VVIക്ക് 7350 VVയുടെ റോക്കാമിന് വില വരുന്നുണ്ട്. പിന്നെ മെയിൻ കേസ് ഇതിന്റെ ഹെഡിന്റെ ഗൈഡ് ഒക്കെ എല്ലാ വണ്ടിക്കും പോകാറില്ല, ഒരു അത്യാവശ്യം കിലോമീറ്റർ ആയ വണ്ടിക്ക് പോകുന്നുണ്ട്. അപ്പം ഈ എന്താ പറയാ, ആ ഗൈഡ് പോയി കഴിഞ്ഞാൽ മാക്സിമം ലേറ്റി കൊടുത്ത് ഗൈഡ് അടിക്കാതെ ഹെഡ് ഗേസോടെ മാറുന്നതാണ് നല്ലത്. കാരണം യമഹയ്ക്ക് വേണ്ടി യമഹ എന്തായാലും നിലവിൽ വെർഷൻ 1 ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഗൈഡ് അവൈലബിൾ ആണ്. ഇവിടുത്തെ പാർട്ട് നമ്പറിൽ കിട്ടും, പക്ഷെ അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വരുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്താ പറയാ, ഇപ്പം ഒട്ടുമിക്ക എല്ലാവരും പുറത്ത് കൊടുത്ത് വണ്ടി സർവീസ് ചെയ്യുന്നുണ്ട്. വണ്ടി സർവീസ് എടുക്കാൻ സ്പെയർ പാർട്സ് എടുക്കാൻ പോകുന്നത് നിങ്ങൾ മെയിനായിട്ട് സൂക്ഷിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ PS4 വണ്ടി PS6 വണ്ടിയിലും കുറെ പാർട്സുകൾ കോമ്പൗണ്ട്സ് വ്യത്യാസമുണ്ട്. കാണാൻ ഒരുപോലെ ഇരിക്കും. നല്ല രീതിക്ക് അനലൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പാർട്സിന്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. എസ്പെഷ്യലി ക്യാം ഷാഫ്റ്റിന്റെ പിന്നെ എക്സോസ്റ്റ് റോക്കറാണ് PS4 വണ്ടിക്ക് PS6 വണ്ടിക്ക് വ്യത്യാസമുണ്ട്. എക്സോസ്റ്റ് വാൽവിന്റെ സർക്കിളിൽ വ്യത്യാസമുണ്ട്. നമുക്ക് ഇടാൻ പറ്റും, പക്ഷെ അത് രണ്ട് പാർട്ട് നമ്പറാണ്, രണ്ട് രീതിയാണ്. അത് എക്സോസ്റ്റ് റോക്കറാകുമ്പോൾ PS4 PS7 എടുത്ത് വെച്ച് നോക്കാണ്ട് വാൽവിന്റെ അലൈൻമെന്റിന് ചെറിയ വ്യത്യാസം കാണിക്കും. അപ്പൊ സ്പെയർ നിങ്ങൾ കുറെ ആൾക്കാർ പുറത്തോട്ട് വർക്ക് ചെയ്യാതെ ചിലർ സ്പെയർ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്ന ടീമുകളുണ്ട്. വാങ്ങിച്ചുകൊണ്ട് ഇപ്പൊ എനിക്ക് തന്നെ കുറെ പേര് അങ്ങനെ മേടിച്ചോണ്ട് വരുന്നുണ്ട്. പറഞ്ഞു കൊടുത്താലും ഷോറൂമിൽ വന്നിട്ട് അവർ പറയാൻ അതിട്ടാ മതി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് മേടിച്ചോണ്ട് വരും. അങ്ങനെ ഇടാൻ പാടില്ല. അതിൻ്റെതായ വണ്ടിക്കുള്ള കാറ്റലോഗിലുള്ള സാധനങ്ങൾ തന്നെ പർച്ചേസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ജനറൽ സർവീസിന് അടുത്തത് എന്താണ് പറയാനുള്ളത്? ജനറൽ സർവീസിന് ഇപ്പൊ ഞാനിപ്പം പറഞ്ഞു ഇതേപോലെ നമുക്ക് ചീപ്പായിട്ടും അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആയിട്ടും ചെയ്യും. അപ്പൊ അതിൽ നിന്റെ കാഴ്ചപ്പാടെന്താണ് അതിനെ കുറിച്ച്? അതും കൂടെ വെച്ച് പറഞ്ഞു. ഞാൻ ഈ വണ്ടിയെ നിങ്ങൾ എന്തെന്ന് പറയാം, നമ്മുടെ ഈ ഇങ്ങനത്തെ ഒരു വണ്ടിയിലോട്ട് പോകാൻ നേരത്ത് FC ഒക്കെ ഇപ്പോൾ ആക്ച്വലി കമ്പ്യൂട്ടർ സെഗ്മെന്റ് ആണ്. അപ്പോൾ R5 തൊട്ട് KTM അടുത്ത് പോകാൻ നേരത്ത് നിങ്ങൾ മറ്റേ എന്തെന്ന് പറയാം, ഡെയിലി പർപ്പസിന് എടുത്തോ. പക്ഷേ ഈ ഞാൻ കണ്ടിട്ടുണ്ട് കുറെ പേരൊക്കെ ഈ സൊമാറ്റോ വളരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ള ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തീരുമാനം കാര്യങ്ങളൊക്കെ വരും. കാശുണ്ടാക്കാനാണ് പോകുന്നുണ്ടെങ്കിൽ ഈ വണ്ടികളൊന്നും പോകാതിരിക്കും. മൈലേജ് ഉള്ളതാണ് മിക്കുള്ളവർ ഇതൊക്കെ ചൂസ് ചെയ്യണം. അപ്പൊ മാക്സിമം ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് ഓടിക്കാൻ വേണ്ടി വണ്ടിയൊക്കെ പർച്ചേസ് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ ഒരു ആവശ്യത്തിന് മാത്രം എടുത്ത് ഓടിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയുന്നു. പിന്നെ കോളേജിലൊക്കെ പോകുന്നതിനൊന്നും കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ ഇപ്പൊ എങ്ങനെയും നമുക്ക് ചീപ്പായിട്ട് എങ്ങനെയും ഒന്ന് പണി ഓടിച്ചാൽ മതി എന്നുള്ള ഒരു മൈൻഡിൽ ചെയ്യുന്നത്. പൈസ പിന്നെ ഭാവിയിൽ അതാണ് കാര്യം. എഞ്ചിൻ ഓയില് നിങ്ങൾക്ക് ആഫ്റ്റർ മാർക്കറ്റ് ഒഴിക്കാൻ പറ്റിയില്ലെങ്കിലും 530 ഓയിലും ഫിൽറ്റർ കമ്പൾസറി ആയിട്ട് മാറണം. ഫിൽറ്റർ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. 50 രൂപയ്ക്ക് 60 രൂപയ്ക്ക് ഓരോ ഫിൽറ്ററൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അതൊന്നും യൂസ് ചെയ്യരുത്. അതിൻ്റെയൊക്കെ എന്താ പറയുക, അതിൻ്റെയൊക്കെ ഫിൽറ്റർ കപ്പാസിറ്റി ഒക്കെ ഭയങ്കര വ്യത്യാസമാണ്. അതിന് വേറൊരു ടൈം പറയും. എന്തെന്ന് പറയാം, ഓയിൽ ഫിൽറ്റർ ഒബ്ജക്റ്റ് യൂസ് ചെയ്യുക. 250 rupees ആണ്, എക്സ്പെൻസീവ് ആണ്. 250 എത്ര പൈസ കളയും. ഓയിൽ ചേഞ്ചിന് കമ്പൾസറി ഓയിൽ ഫിൽറ്റർ മാറ്റുക, അത് മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആക്സിലേറ്റർ ഒക്കെ മാറാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിലും എഞ്ചിൻ ഓയിൽ മാറി ഫിൽറ്റർ മാറി ചെയിനും കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓടിക്കുക, അതെങ്കിലും ചെയ്യുക.
ഇപ്പൊ ബ്ലാക്ക് ബേർഡ് മാറിയില്ല, നമുക്ക് ക്ലാരിറ്റി മാറിയിട്ട് 2020 എഞ്ചിൻ ഓയിൽ മാറിയില്ലെങ്കിൽ അങ്ങനെ പൈസ പൊട്ടുന്ന വഴിയാണ് സത്യം. അപ്പൊ അതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത്. USB ബോക്സ് ഉള്ള ഒരു കാര്യങ്ങൾ E4 MT version 2 യൂസ് ചെയ്യുന്നവര് മാക്സിമം യമഹയുടെ 4 തന്നെ പോകാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും. പിന്നെ അത് ബാക്കിയുള്ള അവരൊരു ഇഷ്ടമാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ നിങ്ങൾക്ക് ചെയ്യാം. പല മെക്കാനിക്കുകളും പല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് വേറൊരു ബ്രാൻഡ് ഓയിൽ അറിയായിരിക്കും, അപ്പൊ അവര് നോക്കാനത് അത് പക്കയായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഓയിലോട്ട് പോലും കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ യൂഷ്വലി ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ് നോക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. ചിലരിപ്പം ഈ യമഹയുടെ ABS മോട്ടോർ ഇപ്പൊ ചെന്നാൽ പിന്നെ കംപ്ലൈന്റ് വരുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാനും ചെറിയ രീതിക്ക് റിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ റിപ്പയർ ചെയ്യുന്ന 2-3 ക്ലിപ്പ് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കണ്ടിരുന്നു. അപ്പൊ നമുക്കൊരു കോമ്പൗണ്ട്സ് അവിടെ പോയി കഴിഞ്ഞാൽ പകരം അതേ വാല്യൂ ഉള്ള ഒരു കോമ്പൗണ്ട്സ് അവിടെ ഫിക്സ് ചെയ്യണം. ഇതിന് ജമ്പർ അടിച്ച് വെക്കരുത്. അപ്പൊ ഞാൻ കണ്ടു. അപ്പൊ കസ്റ്റമർ ശരിയായെന്ന് പറഞ്ഞോളും, ഫ്യൂച്ചറിലുള്ള വഴിയും കിട്ടിയില്ല. അതുകൊണ്ട് റിപ്പയർ ചെയ്യുന്ന സാധനങ്ങൾ മാക്സിമം എന്താ പറയാ, പോയി കഴിഞ്ഞാൽ അതിന് എന്താണ് പോയത് അവിടെ പകരം ഒരു പോയ സാധനത്തിന് അതിന്റെ കറക്റ്റ് വാല്യൂ ഉള്ള പകരം കോമ്പൗണ്ട്സ് അവിടെ വെക്കുക. മോട്ടറൊക്കെ റിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ പോയത് എന്താണോ അതവിടെ പകരം വെക്കണം, അല്ലാതെ ജമ്പർ അടിച്ചൊന്നും വെക്കരുത്. അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എന്താ പറയുക, ചിലരിപ്പോ സൈഡ് സാനിന്റെ സെൻസർ പോയി, അവര് എല്ലാ കണക്ടറിനവിടെ വയർ ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ അല്ല എന്താ പറയാ, ABS മോട്ടറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യുന്നത് കുഴപ്പമില്ല, പ്രോപ്പർ ആയിട്ട് ചെയ്യുന്ന രീതിക്ക് ചെയ്യണം. ഇപ്പം ചില കോമ്പൗണ്ട്സ് ഇലക്ട്രോണിക്സ് ഐറ്റംസ് നമുക്ക് ചില IC കാര്യങ്ങളൊന്നും പർച്ചേസ് ചെയ്യാൻ കിട്ടൂല. അപ്പം IC ഒക്കെ അടിച്ചു പോയി കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ കിട്ടൂല. ഒന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് വന്ന ബോഡി നടക്കി ചോദിക്കണം, അല്ലെങ്കിൽ ABS മോട്ടറോട് മൊത്തത്തിൽ മാറ്റണം. ABS മോട്ടർ 15,000 റുപ്പീസ് എന്നുണ്ട്, 15,000 രൂപയോളം വിലയുണ്ട്. റിപ്പയർ ചെയ്യുന്ന പല സ്ഥലങ്ങളിൽ പല കോസ്റ്റാണ്. ചിലയിടത്ത് 3K ചെയ്യുന്നവരുണ്ട്, ചിലവർ എന്താണ് പോയത് അതിനെ ബേസ് ചെയ്ത് മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചിലവർ 6K 7K ചെയ്യുന്നവരുണ്ട്. ഞാനിപ്പം കംപ്ലൈന്റ് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഓരോ പാർട്സിന് റേറ്റ് പറയാൻ പറ്റുള്ളൂ. ഇപ്പം എന്താ പറയാ, ഓരോ വണ്ടിക്ക് ജനറൽ സർവീസിന്, ഇപ്പം നീ ജനറൽ സർവീസിന്റെ കേസ് വെച്ചില്ലേ, ജനറൽ സർവീസിന് നമ്മളൊരു ജനറൽ സർവീസ് ചെയ്യുന്ന ആക്ച്വലി അതിനൊരു വണ്ടി ഒരു ദിവസം വേണം. കാരണം എഞ്ചിൻ ചൂടായിരിക്കുന്ന സമയത്ത് എഞ്ചിന്റെ ട്രെയിനൊക്കെ ഓപ്പൺ ചെയ്തുകൂടാ. മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും എടുക്കും ഇത് പ്രോപ്പറായിട്ട് നടക്കാനായിട്ട്. അപ്പൊ വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒതുക്കി വെക്കുക. 5 മണിക്കൂർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നല്ല എത്രത്തോളം എഞ്ചിൻ നല്ല തണുത്തതിന് ശേഷം ട്രെയിനിട്ട് ലൂസ് ആക്കുക, ഊരി എടുക്കല് ലൂസ് ആക്കുക. ലൂസ് ആക്കിയിട്ട് ഓയിൽ ഊറി വരാത്ത രീതിക്ക് ലൂസ് ആക്കുക. ലൂസ് ആക്കിയതിനു ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് 5 മിനിറ്റ് വാം ചെയ്യാൻ വേണ്ടി ഇടുക. വാം ചെയ്യാത്ത എഞ്ചിൻ ഓയിൽ തണുത്തിരിക്കാനത്ത് കട്ടി കൂടുതലായിരിക്കും, അപ്പം മാക്സിമം ഡ്രൈനായി വരില്ല. ചൂടായിരിക്കുന്ന സമയത്ത് എന്ത് പറ്റും, ഇത് മാക്സിമം വെളിയിൽ വരും, വിസ്കോസിറ്റി കുറഞ്ഞിട്ട് മാക്സിമം വെളിയിൽ വരും. അപ്പോഴത്തേക്ക് മാക്സിമം ചൂടായ ശേഷം പിന്നെ നമുക്ക് കൈക്ക് കറക്കാന്നല്ലേ ഉള്ളൂ. പക്ഷേ ഈ ലൂസ് ആക്കുന്ന നേരത്തെ സ്റ്റാർട്ട് ചെയ്യാത്ത ഓയിൽ തറയിൽ പോരുത്, അങ്ങനത്തെ പ്രശ്നമുണ്ട്. അതൊക്കെ നോക്കി വേണം ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്ക് എന്തെന്ന് പറയാം, വണ്ടി ഹീറ്റ് ആയതിനു ശേഷം പിന്നീട് ജസ്റ്റ് കൈക്ക് കറക്കി ഡ്രൈനിട്ട് കളയുക, ഓയിൽ മാക്സിമം കളയുക. ചരിച്ചും കിടത്തിയും കളയണമെന്നുള്ള ചില ടീമുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓയിൽ എത്രയാണ് നമ്മൾ ഊറ്റിയെടുത്തത് അത് അളന്ന് നോക്കുക. കാരണം മാനുഫാക്ചേഴ്സ് പറയുന്നത് സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടിട്ട് ഓയിൽ ഡ്രെയിൻ ചെയ്യാനാണ്, മിനിമം ഓയിൽ ക്രാങ്കേജിൽ വേണം, അങ്ങനെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പം 390 250 ഇവാപറേഷൻ ചേമ്പർ എന്ന സംഭവമുണ്ട്, അത് വേറൊരു കോൺസെപ്റ്റ് ആണ്. ഇപ്പം ഇതിന്റെ കേസിലോട്ട് നോക്കാം. എന്താ പറയാ, ഈ എഞ്ചിൻ ഓയിൽ ഇപ്പം മാക്സിമം ചരിച്ചും കിടത്തിയും ചിലർ ക്ലച്ച് കവറൊക്കെ ഊറ്റി കളയാനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മീൻസ് വീഡിയോസിലാണ് ഞാൻ പറഞ്ഞത്. ഹിന്ദിക്കാരന്മാരാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. മലയാളികളൊന്നും അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ളവരൊന്നും ഇതങ്ങനെ അധികം ചെയ്യാറില്ല. ഹിന്ദിക്കാരന്മാരാണ് പ്രശ്നം. അത് ഞാൻ കണ്ടിട്ടുണ്ട്. വാൽവൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് 100 രൂപയുടെ നോട്ടിലൊക്കെ, ഫീലർ ഗേജിന്റെ 100 രൂപയുടെ നോട്ടൊക്കെ തലയിൽ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാൻ നേരത്ത് എന്താ പറയാ, എഞ്ചിൻ ഓയില് നമ്മൾ മാക്സിമം ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ എത്രയാണ് ഊറ്റിയെടുത്ത് അതിന്റെ അളവെടുത്തിട്ട് തിരിച്ച് അതേ ക്വാണ്ടിറ്റി തിരിച്ച് ഫില്ല് ചെയ്യുക. നമ്മളിപ്പോൾ ട്രെയിനിട്ട് സെൻട്രൽ സാൻഡ്വിച്ച് ഊറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള കിടക്കേണ്ടത് അതിൽ കിടന്നിട്ട് ബാക്കിയുള്ളത് മാത്രമേ വരവുള്ളൂ. അപ്പൊ നമ്മൾ കറക്റ്റ് 850 ml റീഫിൽ ചെയ്ത് കൊടുത്താൽ നമ്മൾ മാക്സിമം ഊറ്റിയെടുക്കാൻ നേരത്ത് അതിൽ കിടക്ക നമ്മളിപ്പോൾ എഞ്ചിൻ ഓയിലിന്റെ അളവാകത്ത് കുറവ് വരും നമ്മൾ പുതിയ ഓയിൽ ഒഴിക്കാൻ നേരത്ത്. അതുകൊണ്ട് മാക്സിമം കളയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. കാരണം ഈ എഞ്ചിൻ 850 ml ആണ് വരുന്നത്. പിന്നെ ഓയിൽ ഫിൽറ്ററിൽ ഞാൻ 10-20 ml കൂടെ ഫില്ല് ചെയ്യും, ജസ്റ്റ് ഓയിൽ ഫിൽറ്ററിന് ലൂബ്രിക്കേഷൻ ആകാൻ വേണ്ടി.
എന്നിട്ട് ബാക്കി 750 പ്രോപ്പറായിട്ട് ഈ വണ്ടിക്കത് വിളിക്കും. അടിനോളൊക്കെ വരുന്ന വണ്ടിയാണെങ്കിൽ ഒരു 2500 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് ലെവൽ ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് ഒരു 100 ml ബാക്കി വെച്ച് ചെയ്യും. അത് കുറവുണ്ടെങ്കിൽ മാത്രം ടോപ്പ് ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യില്ല. കാരണം പല ആൾക്കാരും പല രീതിയിലും പല ടൈപ്പിലാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പം വണ്ടിക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ വരും. യൂഷ്വലി R5 ആഫ്റ്റർ മാർക്കറ്റ് ഓയിൽ യൂസ് ചെയ്യണമെങ്കിൽ 4500 5ക്ക് മേലോട്ട് പോവേ ചെയ്ത് ഒരിക്കലും പോയത്. കാശ് എത്ര ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒതുക്കി വെച്ചു. കാരണം ഇതിന് കുറേ പൈസ ഉണ്ട്. ഇതിന് ലേബർ ഒരു 5 മണിയുടെ ലേബർ ഞാൻ എത്ര ഉണ്ടായിരുന്നു, അതിൻ്റെ 10 ഇരട്ടിയായിരിക്കും സ്പെയർ പാർട്സ് ഉള്ളത്. ക്യാമറ കിട്ടാൻ ഭയങ്കര പാടാണ്. ഫ്രണ്ടിൽ വരാൻ വയ്യ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഇത് പിടിച്ചോണ്ട് വന്നാണ്. ഇപ്പം മെയിനായിട്ട് പറയുകയാണെങ്കിൽ പാർട്സിന് ക്വാളിറ്റി ഇല്ല. എക്സ്ട്രീം ലെവൽ R5 വെർഷൻ 2ന്റെ എഞ്ചിൻ പാർട്സിന്റെ അത്ര ക്വാളിറ്റി ഒട്ടുമില്ല. R5 വെർഷൻ 2 100% ക്വാളിറ്റി ഉണ്ടെങ്കിൽ V3 വരാൻ നേരത്തത് 70% മാറും. V4 വരാൻ നേരത്തെ 55-60% മാറും. ഇപ്പം V3യുടെ മെയിൻ ഇഷ്യൂ അവർ വണ്ടി ഓണേഴ്സ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ടാങ്ക് പോകുന്നു, ടാങ്കിന്റെ സ്പ്ലിറ്റ് ആയി പോകുന്നതാണ്. ടാങ്കിന് ഇതിന് കട്ടി കൂട്ടിയപ്പോൾ ഇതിന്റെ ബാക്ക് പീസ് പൊട്ടണം. അത് ഇതിന് കട്ടി കൂട്ടി, പക്ഷെ ക്വാളിറ്റി പ്ലാസ്റ്റിക് അല്ല. അവര് കൈനറ്റിക് എന്നുള്ള ബ്രാൻഡിലാണ് കൊടുത്തേക്കണം. വേറൊരു അടുത്ത ഫാനാണ് എനിക്ക് പ്രശ്നം അറിഞ്ഞൂടായിരുന്നു. ഞാൻ കമ്പനി കൂടെ റീപ്ലേസ് ചെയ്തു. ഇനിയിപ്പോ വരുമ്പോഴത്തേക്ക് മാറ്റി വെക്കണം. ഇനിയും അങ്ങനത്തെ ഇഷ്യൂ വരുന്നവർക്ക് വാറണ്ടി ഇല്ലാത്ത പ്രശ്നമുണ്ടെങ്കിൽ പാരാസോണിക്കിന്റെ R5 V3യുടെ ഫാനിലോട്ട് പോകണമെന്ന് നല്ലത്. പുതിയ മോഡൽ MDക്കും വെർഷൻ 4നും വരുന്നത് കൈനറ്റിക്കിന്റെ ഫാനാണ്. ഒട്ടും ക്വാളിറ്റി ഇല്ല, മോട്ടറും കാര്യങ്ങളും ചെറുതാണ്. ചില വണ്ടികളിലൊക്കെ എടുത്ത് ഓടുന്നുണ്ട്, ഒട്ടുമിക്കുള്ളവർക്ക് ഇഷ്യൂ ഉണ്ട്. ഞാൻ തന്നെ കുറച്ച് മാറിയിട്ടുണ്ട്. കുറച്ചധികം വണ്ടികളിൽ പാരാസോണിക്കിന്റെ ഫാനാണ് ഓർഡർ ചെയ്ത് നിർത്തി മാറ്റി വെച്ച് കൊടുക്കുന്നത്. അത് കംപ്ലൈൻസും കാര്യങ്ങളും ഡ്രൈവറാണ്. 15,000 കിലോമീറ്റർ ഒരിക്കൽ ഡ്രൈവ് ഫ്ലൂയിഡും കാര്യങ്ങളും മാറ്റുക, കൂളന്റ് മാറ്റുക, എല്ലാ സർവീസിനും കൂളന്റിന്റെയും ഫ്ലൂയിഡിന്റെയും ലെവൽ ചെക്ക് ചെയ്യുക. പിന്നെ ഒരു 5 സർവീസിൽ ഒരിക്കൽ സുഞ്ഞ ബുഷും കാര്യങ്ങളും ഇറക്കി ഗ്രീസ് ചെയ്യുക. പിന്നെ വീൽ ബെയറിങ് വീലിൽ നിന്ന് ഇളക്കിയെടുക്കാതെ അതിന്റെ സ്ലീവ് മാത്രം ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്യുക. പിന്നെ വീൽ ആക്സിലും കാര്യങ്ങളും സുഞ്ഞ മാക്സില് ലിങ്ക് ബെയറിങ്ങും കാര്യങ്ങളും ഇതെല്ലാം ബെയറിങ് പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇളക്കി ഗ്രീസ് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ലേബർ ചാർജ് വ്യത്യാസം വരും, മനസ്സിലായി? അപ്പം വേറൊരു രീതി നോക്കിക്കഴിഞ്ഞാൽ അത് റേറ്റ് കൂടും, പക്ഷെ നമുക്ക് പാർട്സിന്റെ ലൈഫ് ഇരട്ടിയാക്കാൻ പറ്റും. 10,000 ഓടുന്ന സാധനം നമുക്ക് 15,000 അല്ലെങ്കിൽ 20,000 നമ്മൾ സ്വിച്ച് ചെയ്യാൻ പറ്റും. ഗ്രീസ് ചെയ്യുന്നതിന്റെ ഉപയോഗം അങ്ങനെയാണ്. നമ്മൾ ഗ്രീസ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ലൂബ്രിക്കേഷൻ ഇല്ലാതെ മെറ്റൽ ഫ്രിക്ഷൻ അടിച്ച് തേയ്മാനം കൂടി പാർട്സും റീപ്ലേസ് ചെയ്യണം, ലേബറും കൊടുക്കണം. അപ്പൊ നല്ല എക്സ്പെൻസീവ് ആവും. അപ്പൊ അതുകൊണ്ട് 5 സർവീസിലേക്ക് 3 സർവീസിൽ ഒരിക്കൽ ഇതെല്ലാം അല്ലെങ്കിൽ ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വണ്ടി ഓട്ടിക്കാൻ ഒരു ബ്രാൻഡ് ന്യൂ ഫീലിലോട്ട് കിട്ടും. പിന്നെ പാഡും കാര്യങ്ങളൊക്കെ മാറ്റാൻ നേരത്ത് നിങ്ങൾക്ക് കാശില്ലെങ്കിൽ ഫ്രണ്ട് ഒറിജിനൽ പാഡ് യൂസ് ചെയ്യുക. 150-500 വിലയുള്ളൂ. ബാക്ക് ആഫ്റ്റർ മാർക്കറ്റ് പാഡിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു മിനിമം ക്വാളിറ്റി എങ്കിലും കീപ്പ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വൈറ്റ് വേണം, ഡിസ്ക് പോലും കുഴപ്പമില്ലെങ്കിൽ ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിൽക്കാനുള്ള സിൻ്റെ എടുത്തിട്ടുണ്ട്. ഒരു 700 താഴെ വിലയുള്ളൂ. കറക്റ്റ് എനിക്ക് അറിയത്തില്ല. അപ്പൊ അത് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്രേക്കിംഗ് ആണ്. നല്ല ടയർ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കിട്ടണം, അല്ലെങ്കിൽ സ്റ്റിക്കാവും. അല്ലെങ്കിൽ നിങ്ങൾ ഓടിച്ചിട്ട് ബ്രേക്ക് പിടിക്കാതെ പുറകെ നാലാം പിടിച്ച് വലിക്കുന്ന ഒരു ഫീൽ ആയിരിക്കും നല്ല ടയർ കൊണ്ടിട്ട് കഴിഞ്ഞാൽ. പിന്നീട് ഫ്ലൂയിഡും കാര്യങ്ങളും പല ആൾക്കാരും ഇതിന് പല ബ്രാൻഡിലുള്ള ഫ്ലൂയിഡ് ഫിറ്റ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ഫ്ലൂയിഡ് ഇപ്പം അത് ഓരോ മെക്കാനിക്കുകൾക്ക് ഓരോ ഫ്ലൂയിഡ് ഇത് കൊള്ളാം എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. പിന്നെ നോൺ ABS വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ മോട്ടോയുടെ ഫ്ലൂയിഡാണ് ഫിറ്റ് ചെയ്ത് വിടുന്നത് എല്ലാ വണ്ടിക്കും. ഇപ്പം യമഹയുടെ ABS വരാൻ നേരത്ത് മാത്രമേ ഞാൻ കമ്പനി ഫ്ലൂയിഡിലോട്ട് പോകും. റീസെന്റ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചെന്ന പിന്നെ കംപ്ലൈന്റ് വരുന്നുണ്ട്. ഫ്ലൂയിഡിന്റെ കാരണം വെച്ചാലല്ല, ഇപ്പം യമഹയുടെ പുതിയ ഫ്ലൂയിഡിലും ഒഴിക്കാൻ നേരത്തും വണ്ടി ABS മോട്ടറിന്റെ വാൽവ് പോകുന്നുണ്ട്, പിസ്റ്റന്റെ സീല് പോകുന്നുണ്ട്. അപ്പോൾ വാൽവ് സീൽ പോകുന്നുണ്ട്, ABS മോട്ടറിന്റെ വാൽവ് സീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പോകുന്നത് കൊണ്ട് കാശ് ലാഭം നോക്കാതെ മാക്സിമം കസ്റ്റമറിനൊക്കെ പറയും ഇത് എന്നെ ഫില്ല് ചെയ്ത് പോകുന്നത്. അത് വീട്ടിന്റെ കംപ്ലൈന്റ് ഉണ്ട്, നമ്മൾ വേറെ വീട്ടിൽ കംപ്ലൈന്റ് ഉണ്ട്. പിന്നെ പണി വരാതിരിക്കാൻ വേണ്ടി ഒന്ന് നേരത്തെ ഒന്ന് മാറ്റുന്നു, അത്ര മാത്രമേ ഉള്ളൂ. എല്ലാ സർവീസിനും ഗിയർ ഷാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇറങ്ങി ക്ലീൻ ചെയ്യുക, ലൂബ്രിക്കേഷൻ ചെയ്യുക. പിന്നീട് ഞാൻ എക്സ്ട്രീം ആയിട്ട് വേറൊരു കാര്യം കാണിച്ചത്, ഇതിൻ്റെ സർവീസ് ചെയ്യാൻ നേരത്ത് ഈ വണ്ടിക്കകത്ത് ഞാനിപ്പോൾ ചെയ്തേക്കുന്ന തിരിച്ചാണ് ഇട്ടേക്കുന്ന. ഇപ്പം നിലവിൽ ഈ കോളർ മാത്രമുണ്ട്, ഇത് വൈ കണക്ട് എന്ന് പറയും, പലരും പല രീതിക്ക് ഇതിനെ പറയും. ഈ സാധനം ഒരു 150 രൂപയ്ക്കകത്തെ വിലയുള്ളൂ. ഇതിൻ്റെ പാർട്ട് നമ്പർ ഞാൻ ഈ സൈഡിൽ വീഡിയോയിൽ കൊടുത്തേക്കാം.
ഇത് വാങ്ങിച്ചിട്ട് ഈ വാഷറും കൂടെ ഒരെണ്ണം വാങ്ങിച്ചതിന് ശേഷം ഇത് ലേത്തി കൊടുത്ത് മില്ല് ചെയ്യുക. ഇതിനെ സ്പേസ് കണക്കാക്കി ലേത്തി കൊടുത്ത് മില്ല് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് ഇപ്പുറത്തൊരു വാഷർ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലേ കുറയും. പ്ലേ നല്ല കുറയും ചെയ്യും, നിങ്ങൾക്ക് ഇരട്ടി ലൈഫ് കിട്ടുകയും ചെയ്യും.